ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ കുറേയധികം ബിരിയാണി അതുപോലെ റൈസിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ടൊരു ക്യാരറ്റ് റൈസാണ്, നല്ല റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചിക്കനാണ്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ സമയത്ത് വിട്ടുപോയതാണ്. തൈരും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയും തൈരും എല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് കിട്ടും. ചിക്കൻ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് ആണിത്. 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു മീഡിയം സവാളയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് 2 മീഡിയം തക്കാളിയാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടി നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. വെളുത്തുള്ളി ഈ സൈസിലുള്ള ഒരു 25 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളൊരു 4 പച്ചമുളക് സവാളയുടെ ഒപ്പം നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കൂടുതൽ പച്ചമുളകായിട്ടുണ്ടെങ്കിൽ ബിരിയാണി കൂടുതൽ എരിവ് കൂടിപ്പോകും. ഇഞ്ചി നമുക്ക് പെട്ടെന്നൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ ഞാൻ ഗരം മസാല പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ടില്ല, അതിൽ തന്നെ ഇട്ടാണ് നമ്മളിപ്പോൾ ചതച്ചെടുക്കുന്നത്. ഇനി മിക്സി മൂടി ഇതൊന്ന് ചതച്ചെടുക്കണം, കൂടുതൽ അരഞ്ഞു പോകരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കാണുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാൻ തന്നെ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് റൈസും കൂടി ഇട്ട് ദം ചെയ്തെടുക്കാനുള്ളതാണ്. പാൻ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടൊന്ന് വറുത്തെടുക്കണം. സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ടൊന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. സവാള ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. സവാള ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള നെയ്യിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ടൊന്ന് വറുത്തെടുക്കണം. കശുവണ്ടി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ കശുവണ്ടി കിസ്മിസും മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. സവാള നമ്മൾ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ചേർത്തൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള ചേർത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള വഴറ്റുന്ന സമയത്ത് പാനിൽ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം.
ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമെല്ലാം ഒന്ന് മാറി സവാള എല്ലാം സോഫ്റ്റായിട്ട് വരണം. ആ സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സവാള എല്ലാം സോഫ്റ്റായും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നന്നായിട്ട് വഴറ്റാം. തക്കാളിയിലൊന്ന് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി 2 മിനിറ്റ് വെക്കാം. 2-3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പുതിനയിലയും 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലർ ബിരിയാണിയിൽ കറിവേപ്പില ചേർക്കാറില്ല. പക്ഷേ ഞാനിതുപോലെ ചെയ്യുമ്പോഴത്തേക്കും ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഇലകളെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റിയ സമയത്തും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചോറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പൂ ഇട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് പൊട്ടിക്കാം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ വെള്ളം വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ചോറ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചോറ് ഒട്ടും വെന്തൊന്നും ഉടഞ്ഞു പോകില്ല. നല്ല പാകത്തിന് നമുക്കൊരു 3/4 വേവിന് എടുത്തു കഴിഞ്ഞ് പിന്നെ ദം ചെയ്തെടുക്കുമ്പോഴത്തേക്കും ബിരിയാണി നല്ല പാകത്തിന് റെഡിയായി കിട്ടും. ഇപ്പോൾ സ്പൈസസ് എല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരി ഞാനൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കും. അതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞെടുത്ത അരിയാണിത്. ഞാനിവിടെ ഒരു 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അരി ചേർത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കാം. വെള്ളം നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ്. വെള്ളത്തിൻ്റെ അളവൊന്നും നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അരിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് അരിയിലെ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പാൻ ഇതുപോലെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റിലായിട്ടുണ്ട്. നമ്മുടെ അരി പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല അരിയാണ്. അരി പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോയിട്ടില്ല, ഒരു 3/4 വേവ് ആയാൽ മതി. ഈ സമയത്ത് നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ചോറെല്ലാം ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ചിക്കൻ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ചിക്കൻ്റെ മൂടി മാറ്റി നോക്കാം. അതിനുശേഷം ഒരു കഷ്ണം എടുത്ത് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡ്രൈ ആയി പോകാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് ചൂടോടെ തന്നെ ബിരിയാണി മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു ഹാഫ് പോർഷനാണ് നമ്മൾ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് സവാള വറുത്ത് വെച്ചിരിക്കുന്നതും കാഷ്യൂനട്ടും മല്ലിയിലയും മിന്റ് ലീവ്സും ഒക്കെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കി ചോറിട്ട് കൊടുക്കാനായിട്ട്. ചോറിൻ്റെ പുറത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി ഭാഗവും കാഷ്യൂനട്ടും കിസ്മിസും പകുതി ഭാഗവും ഇട്ട് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി വിതറി കൊടുക്കാം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവൻ ഇട്ടതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും കശുവിൻ്റെയും കിസ്മിസും മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കാം. കുറച്ച് സവാളയും കിസ്മിസും ഒക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിലും ഫോയിൽ പേപ്പർ അകത്ത് വെച്ചിട്ട് ചുറ്റിയിട്ട് വേണമെങ്കിൽ മൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനിതുപോലെ തന്നെ മൂടി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു ദോശത്തവയോ അല്ലെങ്കിൽ ഒരു ഫ്രൈങ് പാൻ അതുപോലെ ചൂടാക്കാൻ വെക്കണം. ഇത് ചൂടാകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ദം ചെയ്യാനുള്ള ബിരിയാണിയുടെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ബിരിയാണി പാത്രം വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പാൻ തുറക്കുമ്പോൾ തന്നെ നല്ല രുചികരമായ ഒരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഞാനിതിന് ചോറ് ആദ്യം ഒരു പാനിലേക്ക് കോരി മാറ്റുന്നുണ്ട്. നമ്മുടെ മസാല എല്ലാം പാൻ്റെ അടിയിലാണല്ലോ, അപ്പോൾ ചോറ് ആദ്യം കുറച്ച് കോരി മാറ്റാം. മാക്സിമം ചോറ് ഞാൻ പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട്. ചോറൊരു 1/4 ഭാഗം കോരി മാറ്റിയതിന് ശേഷം ഈ മസാല എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി പ്ലേറ്റിലേക്ക് എടുക്കാം. മസാല ആദ്യം കുറച്ച് പ്ലേറ്റിൽ വെക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് സെർവ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയില കശുവണ്ടി കിസ്മിസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.